You were the one that I found. Sola vanda sollite po. Why didn't you tell me enough? Sola vanda sollite po. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Hey guys, welcome to my channel. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, അതുകൊണ്ട് എഡിറ്റിങ്ങിലോ ഷൂട്ടിങ്ങിലോ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മളിവിടെ ചിക്കമംഗ്ലൂർ പോവുകയാണ്. ഓൾറെഡി മടിക്കേരി ഊട്ടി എന്നെല്ലാം കുറേ പ്ലാനായതാണ്, പക്ഷേ അവസാനം ചിക്കമംഗ്ലൂർ ഒന്ന് ഉറപ്പിച്ചു. നമ്മൾ 4 പേരായിരുന്നു, എല്ലാവരും എൻ്റെ +2 ഫ്രണ്ട്സ്. ഞാനാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയത്. നമ്മൾ 3 മണിക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ചാർമാടി ഘാട്ടിലേക്ക് എത്തി. ഇത് മുടികേരിന്ന് മുടികേരി എത്തുന്നതിൻ്റെ മുമ്പിലാണ്. ഈ സ്ഥലത്ത് ഇതൊരു വ്യൂ പോയിൻ്റാണ്. എല്ലാവരും ഇവിടെ വന്ന് നിൽക്കും ഈ വ്യൂ കാണാൻ. അപ്പോൾ നമ്മൾ എത്തിയത് 6 മണിക്ക്. അപ്പോൾ സൺറൈസ് കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. അങ്ങനെ ചാർമാടി ഘാറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം സഞ്ചരിക്കാൻ തുടങ്ങി. ഇത് നമ്മളൊരു ഷോപ്പ് നിർത്തി. ഇവിടെ ബ്രേക്ക് എന്നല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ചിക്കമംഗ്ലൂർ റീച്ച് ആവുന്നിട്ട് കുറച്ച് മുമ്പ് ഇവിടെ നിർത്തി. നല്ല ഫോഗായിരുന്നു. ഈ സ്ഥലത്ത് നമ്മൾ പോകുന്നുള്ളത് മുടികര റൂട്ടാണ്. മുടികര റൂട്ടിൽ പറഞ്ഞാൽ വ്യൂ ആണ്, അടിപൊളിയാണ് മുടികര. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ഓഫ് കോഫി ചിക്കമംഗ്ലൂരിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ റൂമിലോട്ട്. നമ്മൾ ചിക്കമംഗ്ലൂർ റീച്ച് ആയ ശേഷം നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. ചെക്ക് ഇൻ ടൈം ലേറ്റായിരുന്നു, പക്ഷേ നമ്മൾ ഏർലി ചെക്ക് ഇൻ ചെയ്തു. 12 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അവർ ഏർലി ചെക്ക് ഇന് സമ്മതിക്കും. നമ്മുടെ റൂം വില 2800, 4 പേരായതുകൊണ്ട് 750 ഒതുങ്ങി. നമ്മൾ ചിക്കമംഗ്ലൂർ എത്തിയ ശേഷം നമുക്കൊരു കാര്യം മനസ്സിലായി. പിറ്റേന്ന് തൊട്ട് നമ്മൾ 26-നാണ് എത്തിയത്. 27-ാം തീയതി തൊട്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഈ ഹിൽ സ്റ്റേഷനിൽ പോകുന്ന റേഞ്ചേഴ്സിന് എന്തോ പ്രൊട്ടസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല 3 ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം പെട്ടു. നമ്മൾ ഓൾറെഡി എത്തിയത് 26-ന് ഉച്ചക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്ലാനെല്ലാം മാറ്റി. നമ്മൾ മുല്ലയങ്കിരി ഹിൽസെല്ലാം പ്ലാൻ ചെയ്താണ്, അതെല്ലാം മാറി. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് അവിടെ അടുത്തുള്ളൊരു ലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ ലേക്കിൻ്റെ പേര് ഹിരേക്കൊളലെ ലേക്ക്. അതിനുശേഷം അവിടെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ അവിടുത്തെ ബിരിയാണി കഴിച്ചു.
ദം ബിരിയാണിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു സാങ്ച്വറി ഉണ്ട്, അതിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ആ പോകുന്ന വഴിയെല്ലാം ഭയങ്കര നേരോ ആണ്, ഒറ്റ വഴിക്ക് ഒരു പ്രാവശ്യം പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ട്രാഫിക്കായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ എത്തിച്ചേരാൻ. പിന്നെ നമ്മുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ഉള്ളതുകൊണ്ട് അത്ര പ്രശ്നമൊന്നും അറിഞ്ഞില്ല നമുക്ക്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഒരു പ്രശ്നം വന്നു. അതെന്താ ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ സാങ്ച്വറിയിലെത്തി. പക്ഷെ എത്തിക്കഴിയുമ്പോഴാണ് അവർ പറഞ്ഞത്, നിങ്ങൾ എത്തിയ വഴിക്ക് പോയി, 3:30 ക്ലോസ് ആവും, അതുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെയും ഫ്ലോപ്പായി. പിന്നെ നമ്മൾ നേരെ വിട്ടു ജാരി ഫോൾസ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയ ജാരി ഫോൾസ്, അങ്ങോട്ട് ഇറങ്ങി. നമ്മളങ്ങനെ ജാരി ഫോൾസിലേക്ക് എത്തി. ജാരി ഫോൾസ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന അവിടെ എത്തിയിട്ടാണ്. നമ്മൾ കുറേ കയറണം, ഹില്ല് ക്ലൈംബ് ചെയ്യണം, എന്നാലും ജാരി ഫോൾസിലെത്തും. പക്ഷെ നമ്മളെല്ലാം ടയേർഡായിരുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടാൽ മതി പറഞ്ഞാൽ അവിടെ നിന്നു. പിന്നെ എൻ്റെ കൂടെ 2 പേര് പോയായിരുന്നു മുകളിലോട്ട്. ഒരാൾ വരുമ്പോൾ തെന്നി വീഴാനായി, ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ നിന്ന റൂം. ഇതിൽ ടോട്ടൽ 8 ബെഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 4 പേരായതുകൊണ്ട് 4 ബെഡ് യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആലോചിക്കുക, 2 റൂം എടുക്കുക, 2 പേർക്ക് 2 സെപ്പറേറ്റ് റൂം എടുക്കുന്നെങ്കിൽ വില കൂടും. അങ്ങനെയെല്ലാം ആലോചിച്ച് പോവുക. ആദ്യം പ്രീ പ്ലാൻ ചെയ്യുക. നമ്മുടെ പ്ലാനെല്ലാം കുറേ ഫ്ലോപ്പായി. പക്ഷെ എന്ത് ചെയ്യാൻ, അങ്ങനെയൊക്കെയല്ലേ പോകേണ്ടത്. പിന്നെ രാത്രി നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി രാത്രി ഫുഡ് കഴിച്ചു. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടത് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഡ്രൈവറായിരുന്നു. ചിക്കൻ കുറച്ച് ഭ്രാന്താണ്, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആയിപ്പോയി. നമ്മളെല്ലാവരും അവനെ സൈത്താൻ എന്നാണ് വിളിക്കുന്നത്. പിറ്റേന്ന് രാവിലെ നമ്മൾ 10 മണിക്ക് റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെ മസാല ദോശയാണ് ഫേമസ്, അതുകൊണ്ട് മസാല ദോശ കഴിച്ചു. എന്നിട്ട് ചേതന് പെട്ടെന്ന് തോന്നിയ സ്ഥലമാണ് ദേവറമന. എന്തായാലും റിട്ടേൺ വരുന്ന വഴിയാണ്, അപ്പോൾ ദേവറമന പോകാമെന്ന് തീരുമാനിച്ചു. ദേവറമന പറഞ്ഞാൽ ചെയിൻ ഓഫ് ഹിൽസാണ്. ഓരോ ഹില്ലും ഇൻ്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾ നടന്ന് ഫുള്ള് റൗണ്ട് അടിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നുള്ളത്. You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time. Let me go
ട്രക്കിങ്ങിന് തുടങ്ങി. കുറേ കയറ്റണ്ട് കേട്ടോ, കുറേ കയറണം. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഒരു സുഖമുണ്ട്, അത് വേറെ തന്നെ. Walking down the way that I found in the ulagam நான் சுத்த வேண்டும். Faces with smiles all around. In the vahanam நான் பார்க்க வேண்டும். I'll run free into the sea, world and me. Don't even know what I will find. Let me go passing by. അങ്ങനെ ഹില്ലെല്ലാം കയറി, നല്ല വ്യൂ ആയിരുന്നു, സെറ്റായിരുന്നു. തിരിച്ചു നാട്ടിലേക്ക് വണ്ടി. നമ്മൾ വന്ന റൂട്ട് സെയിമാണ്, ചാർമാടി റൂട്ടിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അന്ന് കിട്ടിയ വ്യൂ വൈകുന്നേരം കിട്ടി. റിട്ടേൺ നേരെ നമ്മൾ മാംഗ്ലൂരിലോട്ടാണ് വന്നത്. കാരണം കുറേ ടൈം ബാക്കിയുണ്ടായിരുന്നു. മാംഗ്ലൂരിലോട്ട് വന്നു. മാംഗ്ലൂരിൽ നിന്ന് നമ്മൾ CC കറങ്ങി, ഫോറം കറങ്ങി, എന്നിട്ട് തിരിച്ച് കാസർഗോഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഒരാൾക്ക് വീണത് 2500 to 2800 അപ്രോക്സ്. ഇനിയും ചുരുക്കാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് കോവിഡ് എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വീട്ടിലിരിക്കാൻ പാടില്ല. നിങ്ങൾ പറ്റുന്നെങ്കിൽ ട്രാവൽ ചെയ്യാൻ നോക്കുക. നല്ല റിലാക്സേഷനാണ്. ഞാൻ 8 മാസം കഴിഞ്ഞ ശേഷമാണ് ഒന്ന് പ്രോപ്പറായിട്ട് കാസർഗോഡ് ടൗൺ വിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ട്രിപ്പ് ഇത്രയും ഭംഗിയായത്. കുറേ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ ഈ ട്രിപ്പ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അറിയില്ല, അത് പിന്നെ നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ച ഫോണ് iPhone 11, പിന്നെ ചില ഷോട്ട്സ് Realme XTL. iPhone 11 എൻ്റെ ഫ്രണ്ടിനാണ്, കൈലാസ്, അവൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പറഞ്ഞാൽ ഷോർട്ട് കട്ട് എന്നാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ Windows 10 ആണെങ്കിൽ ട്രൈ ചെയ്യുക, എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു ഫ്രണ്ട് പേര് സൗരവ്, കൈലാസ്, ചേതൻ, പിന്നെ ഞാൻ സൃജ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്നതായിരുന്നു. അത് ഞാൻ വോയിസ് ഓവറൊന്നും ചെയ്തില്ല, പക്ഷേ ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യം ഞാൻ ചെയ്തു, ഞാൻ അപ്ലോഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതൊരു വ്ലോഗാണ്. ചിക്കമംഗ്ലൂർ പോവുക, എല്ലാവരും കാണാൻ എങ്ങനെയാണ് ചിക്കമംഗ്ലൂർ ഉള്ളത് പറഞ്ഞു. നല്ല ബ്യൂട്ടിഫുള്ളായ പ്ലേസാണ്. അപ്പോൾ കണ്ടതിന് താങ്ക്സ്. ഹാറ്റ്സ് ഓഫ്. ഗുഡ് ബൈ.